അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 53-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അൽ-ലമീറുൽ മുത്തസിലു, ചേർന്ന് വരുന്ന സർവനാമം. അൽ-ലമീറുൽ മുത്തസിലു, ചേർന്ന് വരുന്ന സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവല്ലദി ലാ യുൻതഖു ബിഹി വഹ്ദഹു വയത്തസിലു ദായിമൻ ബികലിമത്തിൻ ഉഖ്റ, എപ്പോഴും മറ്റൊരു പദവുമായി ചേർന്ന് വരുന്നതും സ്വതന്ത്രമായി ഉച്ചരിക്കപ്പെടാത്തതുമായ സർവനാമമാണ് ലമീറുൽ മുത്തസിൽ. അൽ-ലമീറുൽ മുത്തസിലു ഹുവല്ലദി ലാ യുൻതഖു ബിഹി വഹ്ദഹു, സ്വതന്ത്രമായി ഉച്ചരിക്കപ്പെടാത്ത സർവനാമം. വയത്തസിലു ദായിമൻ ബികലിമത്തിൻ ഉഖ്റ, എപ്പോഴും മറ്റൊരു പദവുമായി ചേർന്ന് വരുന്ന സ്വതന്ത്രമായി ഉച്ചരിക്കപ്പെടാത്ത സർവനാമമാണ് ലമീറുൽ മുത്തസിൽ. അടുത്ത ഖായിദ, അൽ-ലമാഇറുൽ മുത്തസിലത്തു ബിൽ അഫ്ആലി വഹിയ ഖാസത്തൻ ബിർറഫ്ഇ, റഫിന്റെ സ്ഥാനത്ത് മാത്രം ഫിഅലുകളോട് ചേർന്ന് വരുന്ന സർവനാമങ്ങൾ ഹിയ അത്താ ആണ്. വ അലിഫുൽ ഇസ്നൈനി, ദ്വിവചനത്തിന്റെ അലിഫ്. വ വാവുൽ ജമാഅ, ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവ്. വ നൂനുൻ നിസ്വ, ബഹുവചനം സ്ത്രീലിംഗത്തിന്റെ നൂന്. വയാ ഉൽ മുഖാത്തബ, മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ എന്നിവയാണ്. അൽ-ലമാഇറുൽ മുത്തസിലത്തു ബിൽ അഫ്ആലി വഹിയ ഖാസത്തൻ ബിർറഫഇ വഹിയ അത്താഉ വ അലിഫുൽ ഇസ്നൈനി വ വാവുൽ ജമാഅത്തി വ നൂനുൻ നിസ്വത്തി വ യാ ഉൽ മുഖാത്തബത്തി. റഫിന്റെ സ്ഥാനത്ത് മാത്രം ഫിഅലുകളോട് ചേർന്ന് വരുന്ന സർവനാമങ്ങൾ താ, ദ്വിവചനത്തിന്റെ അലിഫ്, ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവ്, ബഹുവചനം സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന നൂന്, മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ എന്നിവയാണ്. അടുത്ത ഖായിദ, യാ ഉൽ മുത്തകല്ലിമു, അഥവാ സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ, ഉത്തമ പുരുഷനെ സൂചിപ്പിക്കുന്ന യാ ഉൽ മുത്തകല്ലിം, സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ. വകാഫുൽ മുഖാത്തബി, അഭിസംബോധിതന്റെ കാഫ്, മധ്യമ പുരുഷന്റെ കാഫ്. വഹാഉൽ ഓയിബ്, ഹാജറില്ലാത്തവന്റെ ഹാ, പ്രഥമ പുരുഷന്റെ ഹാ. യാ ഉൽ മുത്തകല്ലിം, വകാഫുൽ മുഖാത്തബി, വഹാഉൽ ഓയിബ്, സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ, അഭിസംബോധിതന്റെ കാഫ്, ഹാജറില്ലാത്തവന്റെ ഹാ എന്നിവ. ഇദത്തസലത്ത് ബിൽ അഫ്ആലി കാനത്ത് ഫീ മഹല്ലി നസ്ബിൻ, ഫിഅലുകളോട് ചേർന്ന് വരുമ്പോൾ നസ്ബിന്റെ സ്ഥാനത്ത് ആയിരിക്കും. വഇദത്തസലത്ത് ബിൽ അസ്മാഇ ഔ ഹുറൂഫിൽ ജദ്ദി കാനത്ത് ഫീ മഹല്ലി ജർറിൻ, ഇവ ഇസ്മുകളോടോ ഹുറൂഫ് ജറിനോടോ ചേരുമ്പോൾ ജറിന്റെ സ്ഥാനത്തുമായിരിക്കും. ലമീറു നാ യകൂനു മറത്തൻ ഫി മഹല്ലി റഫ്ഇൻ വ മറത്തൻ ഫി മഹല്ലി നസ്ബിൻ വ മറത്തൻ ഫി മഹല്ലി ജറിൻ. സർവനാമമായ നാ റഫിന്റെയും നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനങ്ങളിൽ വരും. പാഠഭാഗത്ത് 12 ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ 6 ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. സാഫർതു ഇലാ ഇസ്കന്ദരിയത്ത, ഞാൻ അലക്സാൻഡ്രിയയിലേക്ക് പോയി. ദഹബന ഇലൽ മൽഅബി, ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് പോയി. ഇൻതസറ ലിൽ ഹഖ്, അവർ രണ്ടുപേരും സത്യത്തിനു വേണ്ടി പരസ്പരം സഹായിച്ചു. അഖ്ലിസു ഫിൽ അമലി, നിങ്ങൾ ആത്മാർത്ഥമായി പ്രവൃത്തി ചെയ്യൂ. യഅമലി അൽ വാജിബ, നീ കർത്തവ്യം നിർവഹിക്കുക. അസ്സയ്യിദാത്തു യുദ്ഹിബന ഔലാദൽ, അസ്സയ്യിദാത്തു യുദ്ഹിബനൽ ഔലാദ, വനിതകൾ കുട്ടികളെ സദാചാരം പഠിപ്പിക്കുന്നു, ശീലിപ്പിക്കുന്നു. ഈ 6 ഉദാഹരണങ്ങളിലും ഉത്തമ പുരുഷനോടും പ്രഥമ പുരുഷനോടും
മധ്യമ പുരുഷനോടും ഫിയോല് ചേർന്ന് വരുന്നതായി നമുക്ക് കാണാം. ഒന്നാമത്തെ ഉദാഹരണത്തിലെ ഫായിലുകൾ, ഫായില് തു എന്ന സാഫർത്തു ഞാൻ എന്ന ത ആണ്. രണ്ടാം ഉദാഹരണത്തിലെ ദഹബന ആ നൂന് ഞങ്ങൾ പോയി, ആ നൂന് ഫായിലിന്റെ സ്ഥാനത്താണ് ന. ഇൻതസ്വറ അതിലെ ഫായില് ദിവചനത്തിന്റെ അലിഫാണ്. അഖ്ലിസു ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവാണ്. ഇഅ്മലി മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ ആണ് അതിലെ ഫായിൽ. യുദ്ഹിബന ബഹുവചനം സ്ത്രീലിംഗത്തിന്റെ നൂനാണ് അതിലെ ഫായിൽ. സയ്യിദാത്തു യുദ്ഹിബന. സാഫർത്തു തു ദഹബന ആ നൂന്. ഇൻതസ്വറ റോയിന് ശേഷമുള്ള അലിഫ്. അഖ്ലിസു സ്വാദിന് ശേഷമുള്ള വാവ്. ഇഅ്മലി ലാമിന് ശേഷമുള്ള യാ. യുദ്ഹിബന എന്നതിലെ ബാഇന് ശേഷമുള്ള നൂൻ. ഇവയെല്ലാം സ്വതന്ത്രമായി നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇവ ഫിയോലിനോട് ചേർന്ന് വരുന്ന സർവനാമമാണ്. ഇത്തരത്തിൽ ഫിയോലിനോട് ചേർന്ന് വരുന്ന സർവനാമത്തിനാണ് അൽളമീറുൽ മുത്തസിലു ചേർന്ന് വരുന്ന സർവനാമം എന്ന് പറയുന്നത്. തു, ന, ആ, ഉ, ലി, ഈ, ന എന്നിങ്ങനെ. ഒന്നാം ഉദാഹരണത്തിലെ തു ലഹബന നാം അടിവരയിട്ട് കൊടുത്തിട്ടുണ്ട്. റഫിന്റെ സ്ഥാനത്ത് മാത്രം ഫിഅലുകളോട് ചേർന്ന് വരുന്ന സർവനാമങ്ങൾ താ, സാഫർത്തു, സാഫർത്ത, സാഫർത്തി എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ ഈ താ വരും. ദിവചനത്തിന്റെ അലിഫ്. ഇൻതസ്വറോ എന്നതിലെ അലിഫ്. ബഹുവചനം ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവ്. അഖ്ലിസു. 4ാം ഉദാഹരണത്തിലെ അഖ്ലിസു എന്നതിലെ വാവ്. ബഹുവചനം സ്ത്രീലിംഗത്തിന്റെ നൂന്. യുദ്ഹിബന എന്നതിലെ നൂന്. മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ. ഇഅ്മലി എന്നതിലെ യാ. ഇത്തരത്തിൽ റഫിന്റെ സ്ഥാനത്ത് മാത്രം ഫിഅലുകളോട് ചേർന്ന് വരുന്ന മുത്തസിലായ സർവനാമമാണ് ഇവയെല്ലാം. താ ദിവചനത്തിന്റെ അലിഫ്, ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവ്, ബഹുവചനം സ്ത്രീലിംഗത്തിന്റെ നൂന്, മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ എന്നിവയെല്ലാം. അടുത്ത 6 ഉദാഹരണങ്ങൾ നാം പരിശോധിക്കുകയാണ് എങ്കിൽ നഫഅനി നുസ്ഹു അഖി അഅ്താക മുഅല്ലിമുക കിതാബൻ ഹസനുൻ യുഹിബ്ബുഹു അബൂഹു അഫാദന ഇജ്തിഹാദുന അഖദ അലിയുൻ മിന്നി റിസാലതൻ ഇലൈക ലന മൻസിലുൻ ബിഹി ഹദീഖത്തുൻ. നഫഅനി നുസ്ഹ അഖി എന്റെ സഹോദരന്റെ ഉപദേശം എനിക്ക് ഉപകരിച്ചു. അഅ്താക മുഅല്ലിമുക കിതാബൻ നിന്റെ അധ്യാപകൻ നിനക്ക് ഒരു പുസ്തകം നൽകി. ഹസനുൻ യുഹിബ്ബുഹു അഖൂഹു ഹസനെ അവന്റെ പിതാവ് ഇഷ്ടപ്പെടുന്നു. അഫാദന ഇജ്തിഹാദുന നമ്മുടെ ശ്രമം നമുക്ക് ഫലം കണ്ടു, ഉപകരിച്ചു. അഖദ അലിയുൻ മിന്നി റിസാലതൻ ഇലൈക അലി എന്നിൽ നിന്നും നിനക്ക് ഒരു കത്ത് സ്വീകരിച്ചു. ലന മൻസിലുൻ ബിഹി ഹദീഖത്തുൻ ഞങ്ങൾക്ക് ഒരു വീടുണ്ട്, അതിൽ ഒരു പൂന്തോട്ടമുണ്ട്. ഈ ഉദാഹരണങ്ങളിലെ നാം അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നഫഅനി അഖി അഅ്താക മുഅല്ലിമുക യുഹിബ്ബുഹു അബൂഹു ഇവയിലെല്ലാം 2 സർവനാമങ്ങൾ വീതം നമുക്ക് കാണാവുന്നതാണ്. നഫഅനി അഖി എന്നതിലെ സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ എനിക്ക് ഉപകരിച്ചു. അഖി എന്റെ സഹോദരൻ എന്നൊക്കെ പറയുന്ന സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ. ഉത്തമ പുരുഷൻ യാ ഉൽ മുത്തക്കല്ലിം. 8ാമത്തെ ഉദാഹരണത്തിൽ അഅ്താക മുഅല്ലിമുക എന്നതിലെ കാഫ്. അഅ്താക മുഅല്ലിമുക ആ കാഫ് അഭിസംബോധന സൂചിപ്പിക്കുന്ന കാഫാണ്.
കാഫുൽ മുഖാത്തബ്. ഒൻപതാം ഉദാഹരണത്തിലെ യുഹിബ്ബുഹു അബൂഹു, ഹു യുഹിബ്ബു ഹു അഹൂഹു എന്നതിലെ ഹു ഹാജറില്ലാത്തവന്റെ ഹ ആണ്. പ്രഥമ പുരുഷന്റെ ഹ. ഇവയെല്ലാം അഥവാ സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ, അഭിസംബോധിതന്റെ കാഫ്, ഹാജറില്ലാത്തവന്റെ ഹ എന്നിവ ഫിഅലുകളോട് ചേർന്ന് വരുമ്പോൾ നസ്ബിന്റെ സ്ഥാനത്താണ്. ഈ ഉദാഹരണങ്ങളിൽ ഇവയെല്ലാം ചേർന്ന് വരുന്നത് നാം നീല കളറിൽ അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നഫഅനി, അഅ്താക, യുഹിബ്ബുഹു, ഇവിടെ അത് ചേർന്ന് വന്നിരിക്കുന്നത് ഫിഅലുകളോടാണ്. നഫഅനി, അഅ്താക, യുഹിബ്ബുഹു. അതുകൊണ്ട് തന്നെ ഇവ നസ്ബിന്റെ സ്ഥാനത്താണ്. സംസാരിപ്പിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ ഉൽ മുതകല്ലിം, കാഫുൽ മുഖാത്തബ്, വഹാവുൽ ഓയിബ്, അഭിസംബോധിതന്റെ കാഫ്, ഹാജറില്ലാത്തവന്റെ ഹാവ് എന്നിവ ഫിഅലുകളോട് ചേരുമ്പോൾ നസ്ബിന്റെ സ്ഥാനത്തും, എന്നാൽ ഇസ്മുകളോടോ ഹുറൂഫ് ജറിനോടോ ചേരുമ്പോൾ ജറിന്റെ സ്ഥാനത്തുമായിരിക്കും. നാം പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവ ഇസ്മുകളോടാണ് ചേർന്നത്. അഖി മുഅല്ലിമുക, അഖി എന്റെ സഹോദരൻ, മുഅല്ലിമുക നിന്റെ അധ്യാപകൻ, അബൂഹു അവന്റെ പിതാവ്, ഇജ്തിഹാദുന ഞങ്ങളുടെ പരിശ്രമം, മിന്നി എന്നിൽ നിന്നും, ഇലൈക നിന്നിലേക്ക്, ബിഹി അതിന്റെ അടുത്ത്. ഇവിടെയെല്ലാം ഇസ്മുകളോടോ ഹുറൂഫ് ജറിനോടോ ചേർന്ന് വന്നിട്ടുണ്ട്. ഈ മൂന്ന് യാ ഉൽ മുതകല്ലിമിനെയോ കാഫുൽ മുഖാത്തബിനെയോ ഹാവുൽ ഓയിബിനെയോ സൂചിപ്പിക്കുന്ന സർവനാമങ്ങൾ. ഇത്തരത്തിൽ ഫിഅലുകളോടോ ഇസ്മുകളോടോ ചേർന്ന് വരുന്ന സർവനാമങ്ങൾക്കാണ് ലമീറുൽ മുത്തസിൽ എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നാം പഠിച്ചത് അൽ-ലമീറുൽ മുത്തസിലു ഹുവല്ലദി ലാ യുൻതഖു ബിഹി വഹ്ദഹു വയത്തസിലു ദായിമൻ ബികലിമത്തിൻ ഉഖ്റ. എപ്പോഴും മറ്റൊരു പദവുമായി ചേർന്ന് വരുന്നതും സ്വതന്ത്രമായി ഉച്ചരിക്കപ്പെടാത്തതുമായ സർവനാമമാണ് ലമീറുൽ മുത്തസിൽ. അൽ-ലമായിറുൽ മുത്തസിലത്തു ബിൽ അഫ്ആലി വഹിയ ഖാസതൻ ബിർറഫി ഹിയ അത്താഉ വഅലിഫുൽ ഇസ്നൈനി വവാവുൽ ജമാഅത്ത് വനൂനുൻ നിസ്വ വയാഉൽ മുഖാത്തബ. റഫിന്റെ സ്ഥാനത്ത് മാത്രം ഫിഅലുകളോട് ചേർന്ന് വരുന്ന സർവനാമങ്ങൾ തായ്, ദിവചനത്തിന്റെ അലിഫ്, ബഹുവചനം പുല്ലിംഗത്തിന്റെ വാവ്, ബഹുവചനം സ്ത്രീലിംഗത്തിന്റെ നൂന്, മധ്യമ പുരുഷ സ്ത്രീലിംഗത്തിന്റെ യാ എന്നിവയാണ്. യാ ഉൽ മുതകല്ലിം വ കാഫുൽ മുഖാത്തബി വ ഹാഉൽ ഓയിബ് ഇദ തസ്റത ബിൽ അഫ്ആലി കാനത് ഫി മഹല്ലി നസ്ബിൻ വ ഇദ തസ്റത ബിൽ അസ്മാഇ ഔ ഹുറൂഫിൽ ജദ്ദി കാനത് ഫി മഹല്ലി ജദ്ദിൻ. സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന യാ, അഭിസംബോധിതന്റെ കാഫ്, ഹാജറില്ലാത്തവന്റെ ഹാ എന്നിവ ഫിഅലുകളോട് ചേരുമ്പോൾ നസ്ബിന്റെ സ്ഥാനത്തും ഇസ്മുകളോടോ ഹുറൂഫ് ജറിനോടോ ചേരുമ്പോൾ ജറിന്റെ സ്ഥാനത്തുമായിരിക്കും. അൽ-ലമീറു നാ യകൂനു മർറത്തൻ ഫി മഹല്ലി റഫ്ഇൻ വ മർറത്തൻ ഫി മഹല്ലി നസ്ബിൻ വ മർറത്തൻ ഫി മഹല്ലി ജദ്ദിൻ. സർവനാമമായ നാ റഫിന്റെയും നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനങ്ങളിൽ വരും. ഉദാഹരണമായി ദഹബ്നാ ഇലൽ മൽഅബി, ദഹബ്നാ ഇലൽ മൽഅബി എന്നതിലെ ദഹബ് നാ, ആ നൂൻ നാ, ഞങ്ങൾ പോയി എന്നതിലെ നാ ഫായിലിന്റെ സ്ഥാനത്താണ്. അതുപോലെ ഫായിൽ മർഫൂൻ ഫി മഹല്ലി റഫിൻ, റഫിന്റെ സ്ഥാനത്താണ്. 10ാം ഉദാഹരണത്തിൽ കൊടുത്ത അഫാദന ഇജ്തിഹാദുന, അഫാദന ഇലെ നാ മഫൂൽ ബിഹിയുടെ സ്ഥാനത്താണ്. ഇജ്തിഹാദുന ഇവിടെ മുലാഫു ഇലഹിയുടെ സ്ഥാനത്താണ്. ഫി മഹല്ലി ജദ്ദി. ഇത്തരത്തിൽ സംസാരിക്കുന്നവന്റെ നാ, സർവനാമമായ നാ റഫിന്റെയും നസ്ബിന്റെയും ജറിന്റെയും സ്ഥാനങ്ങളിൽ വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. മഅസ്സലാമ. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.